ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പൊട്ടറ്റോയും കൊണ്ടുള്ള നല്ല റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കല്ലേ. നല്ല നല്ല കമൻറ്റുകൾ എനിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കിഴങ്ങ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചവെള്ളമാണ്. ഞാൻ ഈ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാം ഞാൻ അരിഞ്ഞ് ഇന്ന് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് നേരം ഇടണം. ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ പശയെല്ലാം പോകും. അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഇതിനകത്ത് കിടക്കട്ടെ. ഇനി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഒത്തിരി വെന്ത് പോകല്ലേ. പുഴുങ്ങിയെടുക്കുന്നതിൽ നല്ല ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ കുത്തി നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വേവും. കണ്ടോ, ഇത്ര വേവ് മതി. നമുക്കിതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുക്കാം. വെള്ളമെല്ലാം പോയിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് ഇത് എന്തേലും കൊണ്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പം ഇതും കൊണ്ടാണ് ഉടച്ച് എടുക്കുന്നത്. ഇതൊന്ന് നല്ലോണം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി പൊടി ഐറ്റങ്ങളൊക്കെ ഇടണം. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടിയോ സാധാ മുളക് പൊടിയോ അതെന്ത് ഇട്ടാൽ മതി. ഞാൻ രണ്ടും കൂടെ പൊടിപ്പിച്ചതാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ ഇടാം. ഇതിനാവശ്യമായ ഉപ്പിടണം. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി. ഈ സമയം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുക. ഇനി മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കരിയാപ്പില ചെറുതായിട്ട് കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട്. ഇടേണ്ടത് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ഇടേണ്ടത്. 3 ടേബിൾ സ്പൂൺ. നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ അനുസരിച്ചാണ് ഞാൻ എടുത്തത്. 3 കിഴങ്ങ് എടുത്തത് കൊണ്ട് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. നമുക്കിത് എല്ലാം കൂടെ നല്ലോണം കുഴച്ചെടുക്കാം. വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പം കയ്യിലൊന്നും പറ്റുന്നില്ല. ഞാനിത് കയ്യിലോട്ട് ഇച്ചിരി എണ്ണ ഇങ്ങനെ തൂത്തിട്ട് എണ്ണ തൂത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ബോളായിട്ട് വേണോ ഏത് ടൈപ്പ് വേണേലും എടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. നമുക്കിങ്ങനെ എണ്ണ ഇതിലോട്ട് വേണമെങ്കിൽ പെട്ടിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയാലും പെട്ടെന്ന് ഷേപ്പായി വരും കേട്ടോ. ഷേപ്പ് ആകാനുള്ള ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ പ്ലേറ്റിലോട്ട് നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ആക്കി വെക്കാം. എല്ലാം ഈ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കഴിക്കാം. ബോളായിട്ടോ ഏത് ഷേപ്പ് വേണേലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ബോളായിട്ട് റവയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. അപ്പോൾ നമുക്കിനി ഇതുപോലെ ഇത് നമുക്കിനി വറുത്ത് കോരിയെടുക്കാം. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കും. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നമുക്ക് തിരിച്ചു മറിച്ച് വിടാതെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തീരെ കുറയ്ക്കല്ലേ, മീഡിയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. നിങ്ങളെ കാണിക്കണ്ടേ. കണ്ടോ, ആദ്യത്തെ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിനി മറ്റതും കൂടി ഇടാം. അടുത്തത് നമുക്ക് ഇടാം. രണ്ടാമത് ഇട്ടത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ആ 3 കിഴങ്ങും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൊണ്ട് 22 എണ്ണം ഉണ്ടാക്കി കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ബോളായിട്ട് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. നല്ല മുരുമുരാന്നിരിക്കുന്ന ഒരു കണ്ടോ. ഇത് ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ കൊണ്ട് നമുക്ക് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മുളക് നല്ലോണം ചാലിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് മുക്കി തിന്നാൻ നല്ല ഇതാണ്. ടൊമാറ്റോ കെച്ചപ്പൊന്നും വേണ്ട. ഇച്ചിരി മുളക് പൊടി എടുക്കുക, ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പ് ഒഴിച്ച് നല്ലോണം ചാലിച്ച് ഇത് മുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ. ഇങ്ങനത്തെ പലഹാരൻ്റെ ഇതിനകത്ത് ഒത്തിരി റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നല്ല നല്ല കമൻറ്റുകളാണ് ഞാൻ ഓരോ ഫുഡ് ഇടുമ്പോഴും എനിക്ക് തരുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരോടും
ഞാൻ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.